സർവമായ നിവിൻ പോളി നായകനായ സിനിമ. ഇത് കണ്ടതിന് ശേഷമുള്ളൊരു ഫുൾ റിവ്യൂ ആണ്. ഇത് ഇന്നത്തെ ദിവസം രണ്ടാമത്തെ സിനിമയാണ്. ആദ്യം കണ്ട സിനിമ ഋഷഭയാണ്. നല്ലൊരു ക്ഷീണം സംഭവിച്ച ഋഷഭ കണ്ടതിന് ശേഷം ഒരു സിനിമയാണ്. അങ്ങനെയാണല്ലോ. നിവിൻ പോളിയുടെ ഒരു നല്ലൊരു കംബാക്കിനുള്ള ചാൻസിനുള്ളൊരു സിനിമയാണ് സർവമായ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ അഖിൽ സത്യനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നിവിൻ പോളി, അജു വർഗീസ്, അതുപോലെ തന്നെ ജനാർദ്ദനൊക്കെ കലക്കിയിട്ടുണ്ട്. ഇതിന്റെ കഥയിലോട്ടൊന്നും കിടക്കുന്നതിനെക്കാട്ടി നല്ലത് നിവിൻ പോളിയുടെ ഒരു ഒന്നാമത് നിവിൻ പോളി കുറെ നാളായിട്ട് ശരീരം സൂക്ഷിക്കുന്നില്ല, ആകെ അങ്ങ് ബോറാക്കി. പടത്തിന്റെ സെലക്ഷൻ വളരെ മോശം. പക്ഷെ ഇത് നിവിൻ പോളിക്ക് പറ്റിയൊരു ക്യാരക്ടറാണ്, പറ്റിയൊരു തീമാണ്. കാരണം അത് നല്ലൊരു സ്റ്റോറിയാണ്. കാരണം ആൾക്കാർ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന നിവിൻ പോളിയുടെ ഒരു ചാമ്, ഈ പറഞ്ഞ പോലെ ഒരു ചിരി, താടി, അതെല്ലാം നമുക്ക് കണ്ടോണ്ടിരിക്കുന്ന നല്ല രസമുണ്ട്. നിവിൻ പോളിയുടെ അത്യാവശ്യം ഹ്യൂമറൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒന്ന് രണ്ടിടത്ത് എനിക്ക് ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടായില്ല. ചിലപ്പോൾ എനിക്ക് എന്റെ കുഴപ്പമായിരിക്കാം. ഒന്ന് രണ്ടിടത്ത് എനിക്ക് വർക്കായില്ല, ഇച്ചിരി ഓവറായിട്ട് തോന്നി. ബാക്കിയുള്ള ഒക്കെ ഹ്യൂമർ നന്നായിട്ട് വർക്കൗട്ടായി. അതുപോലെ തന്നെ അജു വർഗീസ് നിവിൻ പോളി എപ്പോഴും നല്ല കോംബോ ആണ്. ഇതിനകത്ത് കോംബോ പൊളിച്ചിട്ടുണ്ട്. ജനാർദ്ദൻ എടുത്തു പറയേണ്ട അടിപൊളി ക്യാരക്ടറാണ്. എന്തായാലും ക്രിസ്മസ് വിന്നർ ആരാന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് പറയാം അസാധാരണ പടമൊന്നും അല്ല. എന്തായാലും അതിഗംഭീര പടമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഒരു വൺ ടൈം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന പടം തന്നെ, നൈസായിട്ട് കണ്ടുകൊണ്ടിരിക്കുക, ഒരു ഫീൽ ഗുഡ് പടം. ആ രീതി നോക്കിയാൽ നിവിൻ പോളി ക്രിസ്മസ് തൂക്കി ഒരു നല്ലൊരു കംബാക്കുമാണ് നിവിൻ പോളിയുടെ. ഇനി നിവിൻ പോളിയുടെ നല്ല നല്ല സിനിമകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും.